അങ്ങനെ പ്രത്യേകിച്ച് സ്ട്രാറ്റജിയുടേതൊന്നുമല്ല. ഇത് സത്യത്തിൽ ശ്രീ പി വി അൻവറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്നത് UDF അല്ല. സത്യത്തിൽ ആരാണ് പി വി അൻവർ? ഇടതുപക്ഷത്തിന്റെ MLA ആയിരിക്കുന്ന ഒരാള്, അയാൾ രാജിവെച്ചൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ ഇതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹിക്കുന്നത്, ശ്രീ പി വി അൻവറിന്റെ ഒരു എഫക്ട് ഉണ്ട്. ആ എഫക്ട് എന്താണ്? ആ എഫക്റ്റാണ് ഈ തെരഞ്ഞെടുപ്പ്. CPM പറയാനൊരു രാഷ്ട്രീയം പോലില്ല. ഞങ്ങൾ നേരിട്ടാണല്ലോ മത്സരിക്കുന്നത്. ഒരു സിമ്പിൾ ലോജിക്ക് പറയാം ശ്രീ അജിൻ. അതായത് ശ്രീ പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെന്ന് വിചാരിച്ചു. ആ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ ശ്രീ പി വി അൻവറിന് കിട്ടുന്ന ഒറ്റ വോട്ടാണെന്ന് വിചാരിച്ചു. ആ പി വി അൻവറിൻ്റെത് ആ വോട്ട് കഴിഞ്ഞ തവണ ആർക്ക് കിട്ടിയതാണ്? CPM കിട്ടിയതാണ്. പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ CPM ഒരു വോട്ട് കുറയും. പി വി അൻവർ മത്സരിക്കുന്നില്ല എന്ന് വിചാരിച്ചു, UDF ആ വോട്ട് കിട്ടും, 2 വോട്ടാകും. അപ്പോ 2 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടാകും. അതല്ല എങ്കിൽ 1 വോട്ടിന്റെ വ്യത്യാസം ഉണ്ടാകും. എന്തായാലും അൻവർ കൊണ്ടുണ്ടാകുന്ന മെച്ചം അത്രയും UDF പിന്നെയും ഞങ്ങൾ എന്തിന് മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ തിരിച്ചുള്ള ചോദ്യം. ഈ വിഷയത്തിനകത്ത് ശ്രീ പി വി അൻവർ അദ്ദേഹത്തിന് യോജിക്കാം, വിയോജിക്കാം. അത് UDF പൊതുവായിട്ടുള്ള നയങ്ങളും പരിപാടികളുമായി യോജിക്കാൻ കഴിയുന്ന ആർക്കും UDF നിൽക്കാം. മുന്നണിയിൽ എടുക്കണമോ വേണ്ടായോ എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണ്. ആ വിഷയത്തിനകത്ത് അഭിപ്രായമോ മറുപടിയോ പറയേണ്ടുന്ന ആള് ഞാനല്ല. പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇതിനകത്തൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി പറയുകയാണ്, ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനായി മാത്രം പറയുകയല്ല. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയായി സംസാരിക്കുമ്പോൾ പോലും പി വി അൻവറിന്റെ എഫക്ട് കൊണ്ട് CPM വോട്ട് കുറയുകയും UDF അതിന്റെ മെച്ചമുണ്ടാവുകയും ചെയ്യുന്നതല്ലാതെ മറ്റൊരു ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്നില്ല. രാഹുൽ, അതൊരു റിഡക്ഷനിസം അല്ലേ? കാരണം ഈ തെരഞ്ഞെടുപ്പ് സാധ്യമായ സാഹചര്യം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ ഉയരാൻ പോകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ച എന്താണ്? ഇത് രണ്ടും അൻവറുമായി ബന്ധപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം തന്നെ ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതാണ് അൻവർ ഇഫക്ട്. തെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ളതാണ് അൻവർ ഇഫക്ട്. ഇപ്പൊ ഒരു വോട്ട്, ഒരു വീട്ടിൽ ശ്രീ അജിംസ് നിലമ്പൂർ ഒരു വോട്ടറാണെന്ന് വിചാരിച്ചു. ശ്രീ അജിംസിന്റെ മുന്നിലേക്ക് CPM ആളുകൾ സ്ക്വാഡ് വർക്കുമായി വന്ന് വോട്ട് ചോദിക്കുമ്പോൾ ശ്രീ അജിംസിന്റെ സ്വാഭാവികമായ ചോദ്യം എന്താണ്? 4 വർഷം മുൻപ് ഞങ്ങൾ ജയിപ്പിച്ച ഞങ്ങളുടെ MLA ഇപ്പോഴെവിടെയാണ്? ആ MLA നിങ്ങളെ പറ്റി എന്താണ് പറയുന്നത്? ആ MLA പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതാണ് അവിടുത്തെ രാഷ്ട്രീയം. അതിനപ്പുറം ശ്രീ പി വി അൻവർ ഞങ്ങളെ അല്ല ബാധിക്കുന്നത്. ശ്രീ പി വി അൻവറിന് ഒരു ഇമ്പാക്ട് ഉണ്ട്, ഒരു എഫക്ട് ഉണ്ട്. അത് ബാധിക്കുന്നത് അത്രയും CPM LDF അവരോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ 4 വർഷം മുൻപ് നിർത്തിയ MLA ഇപ്പോഴെവിടെയാണ്? അയാൾ പറയുന്ന രാഷ്ട്രീയം എന്താണ്? ഇനിയും ശ്രീ പി വി അൻവർ ഈ പറയുമ്പോൾ അദ്ദേഹം UDF ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നു, UDF നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം പറയുന്ന പൊതുവായ രാഷ്ട്രീയം എന്താണ്? അദ്ദേഹം ജനങ്ങളെ ബാധിക്കുന്ന പൊതുവായ രാഷ്ട്രീയം എന്താണ്? അദ്ദേഹം ഈ സർക്കാരിനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ സർക്കാരിന്റെ മുഖ്യമന്ത്രിയെ പിതൃസ്ഥാനീയനായി കണ്ടിരുന്നയാള് ഇപ്പോൾ സർക്കാരിനെതിരായിട്ട് പറയുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക്, ഞങ്ങൾ വെച്ചിട്ടുള്ള രാഷ്ട്രീയത്തിന് കുറച്ചുകൂടെ ആധികാരികത ഉണ്ടാവുകയാണ്. അതിനോടൊപ്പം ശ്രീ പി വി അൻവർ നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നല്ലത്. അതല്ല ഇനിയും ശ്രീ പി വി അൻവറിന് UDF നിൽക്കാൻ കഴിയില്ലയോ? അതുകൊണ്ടും UDF വിജയത്തെ ബാധിക്കുന്നില്ല എന്നാണ് അതിന്റെ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ. ശരി, നന്ദി രാഹുൽ.